അഖ്ബഹു ഖുറൽ അർളി യംതാഖിയാ യഖ്റുജു മിൻഹു ദജ്ജാൽ. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട നാടേതാണ്? സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അഖ്ബഹു ഖുറൽ അർളി യംതാഖിയാ, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട നാട് അന്താഖിയയാണ്. യഖ്റുജു മിൻഹ ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുന്നത് അന്താഖിയയിൽ നിന്നായിരിക്കും. അതെന്തേ കാരണം? ദജ്ജാൽ അന്താഖിയയിൽ നിന്ന് പുറപ്പെടുന്നല്ലേ പറഞ്ഞത്? എന്തേ കാരണം? എന്താ കാരണം എന്നറിയോ? ഒരു ശിഷ്യനെ ഉസ്താദിന്റെ കൂടെ അള്ളാഹു അന്താഖിയയിലേക്ക് പറഞ്ഞയച്ചു. ഉസ്താദാരാ? ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ശിഷ്യനാരാ? കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ വരട്ടെന്ന് ആവർത്തിച്ച് ചോദിച്ച് അങ്ങനെയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിളർ നബിയുടെ പിന്നാലെ കൂടുന്നത്. ആ യാത്രയിൽ ഒരുപാട് ഇൽമുകൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ നാട്ടുകാരെ ഒരു അന്താഖിയയിൽ മഹാനായ മൂസാ നബിയും ഖിളർ നബിയും എത്തി. വിശന്നിട്ടു നിർവാഹമില്ല, വിശന്നിട്ട് കുടല് കരിയുകയാണ്. അവരെന്ത് ചെയ്തെന്നല്ലേ? ഇസ്തതഅമാ അഹ്ലഹാ. സഹോദരാ സഹോദരി പറയുന്നത് ശ്രദ്ധിക്കണേ. മൂസാ നബിയും ഖിളർ നബിയും ഇൽമിന്റെ യാത്രയിലാണ്, ഇൽമു പഠിച്ച് നടക്കുകയാണ്. വിശന്നിട്ട് നിർവാഹമില്ലാതെ ഇസ്തതഅമാ അഹ്ലഹാ, ആ നാട്ടുകാരോട് ഭക്ഷണം തേടി. എന്തെങ്കിലും തരണം, വിശന്നിട്ട് വയ്യ, ഇൽമിന്റെ വഴിയിലുള്ള യാത്രയാണെന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള പല ആളുകളെയും സമീപിച്ചു, പല വീട്ടിലും കയറി. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, പക്ഷേ ആ ഇൽമിന്റെ അഹ്ലുകാരെ ഭക്ഷിപ്പിക്കാൻ അവര് തയ്യാറായില്ല. അവരാ ഇൽമിന്റെ അഹ്ലുകാരെ പരിഗണിച്ചില്ല. അവരാ ഇൽമിന്റെ അഹ്ലുകാർക്ക് ഭക്ഷണം നൽകിയില്ല. ഈ ഒരു കാരണത്താൽ ആ നാട്ടുകാരെ അള്ളാഹു ശപിക്കുകയാണ്, ആ നാടിനെ അള്ളാഹു ശപിക്കുകയാണ്. ആ നാട് അഖ്ബഹു ഖുറൽ അർളി, ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട കറയായി നാടായി. ഇവിടുന്ന് ഇങ്ങനെ ഒരു മുത്തഅല്ലിമിന്റെ ഒരു കൊല്ലത്തെ ചെലവ് ഏറ്റെടുക്കാൻ കഴിയുന്നോലുണ്ടോ? ഒരു മാസത്തെ കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കണില്ലേ? അതും ഇൽമിന്റെ അഹ്ലുകാരുടെ തആമിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. എത്ര മുഅ്മിനീങ്ങൾ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും പടച്ചോനെ നാളെ എന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന നീയത്തോടുകൂടെ ആ സംരംഭത്തിലേക്ക് സഹായിക്കുകയും കൊല്ലം തോറും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ എത്രയുണ്ട്. അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു വലിയ ഖൈർ കൊടുക്കട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അള്ളാഹു മാറ്റട്ടെ. കിഡ്നിയുടെ തകരാറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ബ്ലോക്കുകൾ അള്ളാഹു നീക്കട്ടെ. ജീവിതത്തിൽ പടിപടിയായ ഉയർച്ചയും റാഹത്തും സലാമത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ. കൊടുക്കുമ്പോ അതിനനുസരിച്ചുള്ള ബറക്കത്തുണ്ടാവും. നാടിന് അള്ളാന്റെ കാവലുണ്ടാകും. ഏതായാലും ഇൽമിന്റെ അഹ്ലുകാരെ പരിഗണിക്കേണ്ടതിന് പകരം അവഗണിച്ചു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവന് ഇൽമിന്റെ അഹ്ലുകാരോട് വെറുപ്പാണ്. ആദം നബി സ്വർഗത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുമ്പോൾ അവൻ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആദം നബിയോട് ഹവ്വാ ബീവിയോട് വലിയ സൂഫി വേഷമൊക്കെ അണിഞ്ഞു വന്നിട്ട് ഇവൻ ചോദിക്കാണ്, അല്ല ആദം, അല്ല ഹവ്വ, ഈ സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്നും പഴം ഭക്ഷിക്കാമെന്നും ഇതാ ഈ മരത്തിന്റെ അടുത്തേക്ക് വരരുതെന്നും അള്ളാഹു നിങ്ങളോട് പറഞ്ഞല്ലോ. അതെ, അള്ളാഹു ഞങ്ങളോട് പറഞ്ഞു. എന്താ? ഏത് മരത്തിൽ നിന്നും പഴം ഭക്ഷിക്കാമെങ്കിൽ ഈ മരത്തിൽ നിന്നും പഴം ഭക്ഷിച്ചൂടെ? അതരുത് എന്ന് എന്തിനാണ് അള്ളാഹു പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ ചോദ്യം കേൾക്കണം. അപ്പൊ ആദം നബിക്ക് ദേഷ്യം പിടിച്ചു. അള്ളാഹു ഒരു കാര്യം അരുതെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം അന്വേഷിക്കുന്നത് അനാദരവാണ്. അത് ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. ആകെ ഒരൊറ്റ മരത്തിൽ നിന്നല്ലേ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ.
എത്രയെത്ര മരങ്ങൾ പഴങ്ങൾ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് അമ്മായിരി ചോദ്യം ചോദിച്ചു വരണ്ടാന്ന് ആദം നബി പറഞ്ഞെങ്കിലും അപ്പോൾ ഇവൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ദേഷ്യം പിടിക്കരുത്. ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ. ആദമേ, ഹവ്വ, തീർച്ചയായും ഞാൻ നിശ്ചയം നിങ്ങളുടെ ഒരു ഗുണകാംക്ഷിയാണ്. എന്നോട് നിങ്ങള് ശത്രുവിനോട് പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നാണ് ഇബ്ലീസ് പറയുന്നത്. ഇന്നി ലകുമ ലമിനൻ നാസിഹീൻ. തഅ്കീദോട് തഅ്കീദ്. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആദമേ, ഹവ്വ, ഈ സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്നും പഴം കഴിക്കാമെങ്കിൽ ആ ഒരു മരത്തിൽ നിന്നും കഴിക്കാമല്ലോ. അരുതെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ പിന്നിൽ അല്ലാഹുക്കൊരു ലക്ഷ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കു നന്ന്. അപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞപ്പോ എന്നാ ആയിക്കോട്ടെ, അതൊന്ന് കേൾക്കാമല്ലോ എന്നായി സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. സത്യത്തിൽ ആ വയല് കേൾക്കരുതായിരുന്നു, പക്ഷേ ആദം നബി ആ വയല് കേട്ടുപോയി. ഖുർആൻ പറയുന്നുണ്ട്, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളെ വല്ലിപ്പാനും വല്ലിമ്മാനും സ്വർഗ്ഗത്തിൽ നിന്ന് ഇബ്ലീസ് ഫിത്നയിലാക്കിയതുപോലെ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. സ്വർഗത്തുനിന്ന് പറ്റിയ പ്രശ്നം എന്താ? കേൾക്കാൻ പാടില്ലാത്ത ഉപദേശം കേട്ടുപോയി. ഇന്നുണ്ടല്ലോ പല ആളുകളും എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കും, എല്ലാരെ വയലും കേൾക്കും. അയാളുടെ ആശയമേത്, ആദർശമേത്, അയാളുടെ താല്പര്യമെന്ത്, ഇതൊന്നും ചിന്തിക്കാതെ എല്ലാം കേൾക്കുക. നിരീശ്വരവാദികളുടെ പ്രഭാഷണങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. മഅദല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ മകന് അല്ലാഹുവിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു, എന്റെ മകന് ഹബീബായ നബിയിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു. എന്റെ മകന് സ്വർഗം കേൾക്കണ്ട, എന്റെ മകന് നരകം കേൾക്കണ്ട. എന്റെ മകനിപ്പോൾ ഖുർആനിൽ വിശ്വാസമില്ല, എന്റെ മകനിപ്പോൾ നിസ്കാരത്തിൽ വിശ്വാസമില്ല. ഇത് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഇപ്പോൾ ധാരാളമുണ്ട്. എന്നോടന്നീ അടുത്ത് ആ സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. മോന് നിസ്കാരത്തിൽ വിശ്വാസമില്ല ഉസ്താദേ, ഖുർആനിൽ വിശ്വാസമില്ലാതായിട്ടുണ്ട്, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഓനിങ്ങനെ എല്ലാ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കാം, പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട്. അവൻ അള്ളാഹുവിന്റെ ഖുർആനെ കുറിച്ച് ആഴത്തിലുള്ള വിജ്ഞാനമുണ്ടാവണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് അഗാധമായി പഠിച്ചു കഴിഞ്ഞാൽ, ഹബീബായ നബി തങ്ങളുടെ വചനങ്ങളെ കുറിച്ച് അഗാധമായി പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇവരൊക്കെ പറഞ്ഞു വിടുന്ന പൊള്ളത്തരങ്ങളും ജൽപ്പനങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരായത്തിന്റെ അർത്ഥം പോലും ശരിക്കറിയില്ല, ഒരായത്ത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയൂല, അതിന്റെ അർത്ഥവും ആശയവും അറിയൂല, അതിന്റെ തഫ്സീർ തിരിയില്ല. ഇങ്ങനെ ഖുർആനിൽ പല ആയത്ത് നാസിഖ് മൻസൂഖ്, ഹദീസും പലതും മൻസൂഖായതൊക്കെയുണ്ട്. നിയമങ്ങൾ നഷ്ടപ്പെട്ടത്, പുതിയ ശേഷമുള്ള ആയത്തിറങ്ങുമ്പോൾ ആദ്യത്തെ ആയത്തിന്റെ ആ ഹുക്കുമുകളൊക്കെ മാറിപ്പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഉസൂലുകൾ അറിയണം. ഇതൊന്നും അറിയാത്തവർ ഈ യൂട്യൂബ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിരീശ്വരവാദികളുടെ പ്രഭാഷണങ്ങളൊക്കെ നിരന്തരമായി കേട്ട് പിന്നെ മനസ്സതിലേക്ക് ചായാൻ. അതുപോലെ ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ പ്രഭാഷണങ്ങൾക്ക് അഡിക്റ്റ് ആവുക. ഹബീബായ നബി തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയുന്നവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക. ഔലിയാക്കൾ, മഹാന്മാരെന്തിനാണ് അവരെ നമ്മിലേക്ക് അടുപ്പിക്കുന്നത്? എന്തിനാണ് അവരുടെ പേരിൽ ഖുർആൻ ഓതുന്നത്? എന്തിനാണ് അവരെ സിയാറത്ത് ചെയ്യുന്നത്? അതിലൊന്നും ഒരു അർത്ഥവുമില്ലെന്ന് പറയുന്നവർ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക. അരുത് മുഅ്മിനേ, അരുത് യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ ഖറജ അബവൈകും
മിനൽ ജന്ന. വല്ലിപ്പയും വല്ലിമ്മയും സ്വർഗത്തിലായിരുന്നു, അവിടന്ന് ഇറങ്ങി പോരേണ്ടി വന്നില്ലേ? ആരാ പിഴപ്പിച്ചത്? ആരാണ് ആവശ്യമില്ലാത്ത വയല് പറഞ്ഞു കൊടുത്തത്? ഇബ്ലീസാണ്. കേൾക്കാൻ പാടില്ലാത്ത പ്രഭാഷണം കേട്ടതാണ് പ്രശ്നം. ആശയവും ആദർശവും ഉദ്ദേശവും എന്താണെന്ന് നമ്മൾ അറിയണം. അല്ല അതെല്ലാം കണ്ണ് കണ്ടതൊക്കെ വായിക്കുക, കണ്ണ് കണ്ടതൊക്കെ കേൾക്കുക, ഈ രീതി ശരിയല്ല. ചുരുക്കി പറയാ, ഇബ്ലീസ് പറഞ്ഞു ഈ മരത്തിൽ നിന്ന് മാത്രം പഴം ഭക്ഷിക്കണ്ട എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് ചില ലക്ഷ്യമുണ്ട്. ആദമേ ഹവ്വ മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ആദമേ ഹവ്വ മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ, ഈ മരത്തെ തൊട്ട് നിങ്ങളെ റബ്ബ് നിങ്ങളെ വിലക്കിയത് എന്തിനാണെന്നറിയോ? അതിൽ അല്ലാഹുവിന്റെ ലക്ഷ്യം എന്താണെന്ന് കേൾക്കണോ? ഇല്ലാ അം തകൂനാ മലകൈൻ, ഒന്നിരിക്കെ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചാൽ നിങ്ങളും മലക്കായി മാറും. ആര് പറയാൻ? മനസ്സിലാവണില്ല, സ്പീഡ് കൂടിയോ? ആര് പറഞ്ഞു കൊടുക്കാൻ? ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാൻ. ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചാൽ ഒന്നിരിക്കെ മലക്കായി മാറും. ഖുർആനാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ഒരു വേള ആദം നബി ഇങ്ങനെ ചിന്തിച്ച്, പഠിച്ചോനെ മലക്കായി മാറുക. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഉത്കൃഷ്ടരായ അടിമകളല്ലേ? 24 മണിക്കൂറും ഊണില്ലാതെ ഉറക്കമില്ലാതെ വികാര വിചാരങ്ങളൊന്നുമില്ലാതെ ജല്ല ജലാലായ റബ്ബിനെ വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന, പ്രശംസിക്കുന്ന, പ്രകീർത്തിക്കുന്ന മലക്കായി മാറുകയോ? മലക്കുകൾക്കാകുള്ള പണി അല്ലാഹുവിനെ വാഴ്ത്തലാണ്, പുകഴ്ത്തലാണ്, പ്രശംസിക്കലാണ്. ആ കൂട്ടത്തിൽ ഒരു മലക്കായി മാറിയ തരക്കടില്ലല്ലോ എന്നാർക്ക് തോന്നി? ആദം നബിക്ക് തോന്നി. ആദം നബി ആ കാര്യം ഹവ്വാ ബീവിയോട് പറഞ്ഞു. അതിൽ നിന്ന് പഴം ഭക്ഷിച്ച മലക്കായി മാറുവോ? എന്നാ തരക്കടില്ലല്ലോ. പിന്നെ പറഞ്ഞതോ, ഒന്നിരിക്കെ നിങ്ങൾ മലക്കായി മാറും. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചവർ സ്വർഗത്തിൽ സ്ഥിരവാസരായിരിക്കും. അവരെ ഇവിടുന്ന് പുറത്താക്കാൻ അല്ലാഹ്ക്ക് കഴിയൂല. അതുകൊണ്ടാണ് ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞത്. ഒന്നിരിക്കെ മലക്കായി മാറും. അല്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് ആര് പഴം ഭക്ഷിച്ചോ അവരെ പുറത്താക്കാൻ അല്ലാഹ്ക്ക് കഴിയൂല. ഇതുകൂടി കേട്ടപ്പോ ആദം നബിക്ക് തോന്നി, എന്നാ തരക്കടില്ലല്ലോ, കഴിച്ചോക്കാം. നമ്മളെ ഗുണത്തിന് വേണ്ടി പറഞ്ഞിരുന്നതല്ലേ. ഇബ്ലീസ് ഏതൊരാളെയും ചതിക്കാൻ വരുമ്പോ ആദ്യം അവൻ നമ്മളെ ഇത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നോക്കും. ആ ഒരു വിചാരത്തിലേക്ക് നമ്മൾ എത്തിക്കും. അവൻ ചതിയനാണ്. അല്ലാഹു അവന്റെ ചതിയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ചുരുക്കി പറയാ, ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിലെ ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കാൻ ലക്ഷ്യം നല്ല ലക്ഷ്യ. ഒന്നിരിക്കെ മലക്കായി മാറും, അല്ലെങ്കിൽ ഒന്നൊന്നും സ്വർഗത്ത് കഴിയാ. സുബ്ഹാനല്ലാഹ്. സാധാരണ സ്വർഗത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം വരും. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അത് ഒരിക്കലും അവസാനിക്കുകയില്ല. അതിനോടൊരു മടുപ്പും വരികയില്ല. എന്നാൽ സ്വർഗത്തിലെ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കലോട് ആദം നബിക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. വയറിന് വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്. ഇലാഹായ റബ്ബിനോട് പറയുന്നുണ്ട്, അല്ലാഹ്
എന്തെന്നറിയില്ല, വയറിന് വല്ലാത്തൊരസ്വസ്ഥതയുണ്ട്. ജല്ല ജലാലായ അല്ലാഹു പറഞ്ഞു, ആദമേ, ഹവ്വാ, ഇത് സ്വർഗമാണ്. ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? എന്തിനാ നിങ്ങൾ അതിൽ നിന്ന് പഴം ഭക്ഷിച്ചത്? ഇത് സ്വർഗമാണ്. ഇവിടെ മലമൂത്ര വിസർജനം അനുവദനീയമല്ല. അതുകൊണ്ട് അതിനു പറ്റിയ ഒരു ഇടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ. വഹ്ബിതാ ജമീആ, രണ്ടുപേരും ഇറങ്ങിക്കോളൂ ഭൂമിയിലേക്ക്. നിങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ഇത്, ഇത് സ്വർഗാണ്. എന്തിനാണ് ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചത്? അതിന് പറ്റിയൊരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞ് അള്ളാഹു ഇറക്കി വിട്ടു ഭൂമിയിലേക്ക്. അപ്പൊ ഒറ്റ വാക്കിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്നത്? എന്തിനാ ഇപ്പം മനുഷ്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് ചോദിച്ചാൽ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ടോയ്ലറ്റിന്റെ സ്ഥാനം മാത്രമേ ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഉണ്ടാകാവൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവ് വേണ്ടേ? ദുനിയാവ് വേണം. പക്ഷേ പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോ സഹോദരാ, ദുനിയാവ് ഒന്നുമല്ല എന്ന ചിന്ത മനസ്സിലുണ്ടാവണം. ദുനിയാവിനെ ആഖിറത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണമേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ദുനിയാവിനെ ആഖിറത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ വിജയി. ദുനിയാവ് അത്രേ ഉള്ളൂ. ഇതിപ്പോ കുറെ കാലൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ കുറെ കാലൊക്കെ ഉണ്ടോ? ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ നമ്മളെ വലത് ചെവിയിൽ ബാങ്കും കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു. ഇനിയിപ്പോ ഒരു നിസ്കാരം നടക്കാണ്ട് ആ നിസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തൊന്നും ഉണ്ടാവില്ല. അതിനിടയിലുള്ള ചെറിയൊരു സമയേ ഉള്ളുവടെ പ്രിയപ്പെട്ടവരെ. ആ സമയം പോകാനുള്ള പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായാൽ അൽഹംദുലില്ലാ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആലോചിക്കി, അദാനുൽ മർഇ ഇൻദ ത്വിഫ്ലിയതി വതഖീറു സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനി ഇലസ് സ്വലാത്തി. അദാനുൽ മർഇ ഇൻദ ത്വിഫ്ലിയതി, ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുകയാണ്. എവിടെ ബാങ്കും ഇക്കാമത്തും നടന്നോ ഉടനെ നിസ്കാരമുണ്ടാവാറാണ് പതിവ്. എന്നാൽ ഇതാ ഈ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുത്തു. ഇലൽ മമാതി, നിസ്കാരത്തെ മരണത്തിലേക്ക് പിന്തിക്കുകയാ. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. ആളുകളെല്ലാവരും താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് പള്ളിയിലെത്തി. എല്ലാവരുടെയും മുന്നിൽ വെച്ചു. നിസ്കാരത്തിനു പറഞ്ഞ സമയമായി. ആ സമയത്തൊരാള് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്, എല്ലാരും കേറിക്കഴിഞ്ഞില്ലേ? എല്ലാരും കേറിക്കഴിഞ്ഞാൽ മുന്നിലേക്ക് വിവരം തരണം എന്നറിയും. അല്ലാതെ അതിനൊരു ബാങ്ക് ഇക്കാമത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതാ മയ്യത്ത് നിസ്കരിക്കാൻ പോവാണ്. സാധാരണ ഒരു തറാവീഹ് ആണെങ്കിൽ പോലും സ്വലാത്തു ജാമിയ ഇതാ തുടങ്ങാണ്, എല്ലാരും വരിട്ടോ എന്നുള്ളൊരു വിളിയാളുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനത്തെ യാതൊരു വിളിയാളവും ഇല്ല. സഹോദരാ, സഹോദരി, അന്ന് കൊടുത്ത ബാങ്കും ഇക്കാമത്തും ഇതാ ഈ നിസ്കാരത്തിനുള്ള ബാങ്കും ഇക്കാമത്തുമാണ്. ഇത് ദലീലുന്ന മഹിയാഹു ഖലീലു കമാ ബൈനൽ അദാനി ലസ്സലാത്തി. ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. അതുപോലെയാണ് നിന്റെ ജീവിതമെന്ന വലിയ പാഠം പഠിപ്പിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹു ആ ഒരു ബോധത്തോടെ ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ സ്വന്തം ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന ഉറപ്പുള്ളവരാരാ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള? നമ്മൾ ഈ ധരിച്ച ഈ വസ്ത്രം നമ്മൾ തന്നെ അഴിച്ചു മാറ്റുമെന്ന് ഉറപ്പുള്ളവർ ആരാ ഈ കൂട്ടത്തിലുള്ളത്?
പ്രിയങ്കരനായ ഹാഫിൽ നഈം ഫൈസിയെ കുറിച്ച് പറഞ്ഞല്ലോ. കൊല്ലങ്ങളോളം ബഹുമാന്യനായ സയ്യിദ് അലി ഉസ്താദിന്റെ അടുക്കൽ ഓതിപ്പടിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ, ഇനി ഞാൻ ജാമ്യയിൽ നിന്ന് സനദ് വാങ്ങേണ്ട പൊന്നുമോൻ, വാപ്പയാണ് ആ സനദ് ഏറ്റുവാങ്ങിയത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നഈമിന് വേണ്ടി ദുആ ചെയ്തപ്പോ എൻ്റെ ഒരു ശിഷ്യന്റെ ശിഷ്യൻ കൂടിയാണ്. ശിഷ്യൻ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ആ ബന്ധങ്ങളൊക്കെ ആഖിറത്തിലേക്ക് വലിയ സന്തോഷാക്കി കൊടുക്കണേ അല്ലാ. 10,000ങ്ങളുടെ ആമീനാണ് പടച്ചോനെ ആ പൊന്നുമോനെ. അത് കേവലം 1, 2, 3 മജ്ലിസിൽ നിന്നൊന്നുമല്ല, എത്രയോ മജ്ലിസുകളിൽ ഉസ്താദുമാർ ആ പ്രിയപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്തു. ഈ ഒരു റൂട്ടിലായത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ കിട്ടിയത്. അല്ലാഹുവേ, ആ പൊന്നുമോന് ഭക്ഷണം കൊടുത്തവർ ഈ നാട്ടിൽ പലരുണ്ട് റബ്ബേ. കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉഖ്റവിയ ശുഹദാക്കളില്ല ഹാഫിളിനെ നീ ചേർക്കണേ പടച്ചോനെ. മതി, രക്ഷപ്പെടും മുഅ്മിനെ. നമ്മളെ മുന്നിൽ അവനൊരു അപകടം പറ്റി അവനായിട്ട് മരിച്ചുപോയി. പക്ഷെ സ്വർഗത്തിലേക്കാണ്ട് പാറിപ്പോയതല്ലേ, അവിടെ ഉണ്ടാവൂലേ, നമ്മളെ കാത്തിരിക്കൂലേ. നമ്മൾ നിരാശരാവണ്ട. കല്യാണമൊക്കെ നിശ്ചയിച്ചിങ്ങനെ കാത്തിരിക്കല്ലേ. അള്ളാഹു ഹൂറുല്ലീങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ. എല്ലാരും ആമീൻ പറയും. ഹൂറുല്ലീങ്ങളെ കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളിൽ ഓരോരുത്തരുടെയും മരണം എങ്ങനെ എപ്പോഴാ അള്ളാഹു കണക്കാക്കിയെന്നറിയൂല. റാഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലയുടെ കരുത്തിൽ സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു ഈ മജ്ലിസൊക്കെ ഒരു കാരണാക്കി തരട്ടെ മുഅ്മിനേ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, നമ്മളെ തറവാട് സ്വർഗാണ്. അവിടുന്ന് തൽക്കാലം ഒരു ചെറിയ ആവശ്യത്തിന് വന്നതാണ്. ആ ഒരു നെലിം വലിയും മാത്രം ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാ മതി. അതിനപ്പുറം ഒന്നുമില്ല മുഅ്മിനേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, ഞാൻ നിനക്ക് ഈ ദുനിയാവിന് മൊത്തത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഞാനൊരു കാര്യം ഞാൻ എന്തിനാ പറയുന്നറിയോ? നമുക്ക് അള്ളാഹു തന്നെ ദുനിയാവ് അള്ളാഹ്ക്ക് വേണ്ടി കൂടെ ചെലവഴിക്കണമെങ്കിൽ, നാളെ പരലോകത്തിന്റെ റാഹത്തിന് വേണ്ടി കൂടി ചെലവഴിക്കണമെങ്കിൽ ഈ ഒരു ബോധം നമുക്കുണ്ടായേ പറ്റൂ. ദുനിയാവിനെ കുറിച്ചുള്ളൊരു സങ്കല്പം ഇതന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് പണം കൊണ്ട് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല. അവസാനം പോകുമ്പോ എന്താ ഉണ്ടാവുക? نصيبك مما تجمع الدهر كله رداءان تدرج فيهما وحنوط نصيبك مما تجمع الدهر كله رداءان تدرج فيهما وحنوط. സഹോദരാ, കാലം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെ മാത്രം ലക്ഷ്യം വെച്ച് നീ ഓടി. അങ്ങനെ നീ സമ്പാദിച്ച ഒരുപാട് സമ്പത്തില്ലേ, അതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നതെന്താ? കൊണ്ടുപോകുമ്പോൾ നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ നസീബുക മിമ്മാ തജ്മഉ ദഹറ കുല്ലഹു റിദാഅനി തുദറജു ഫീഹിമാ വഹനൂതു. എന്താണ്ടാവാന്നറിയോ? നീ എത്ര വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയാണെങ്കിലും 2 3 കണ്ടം തുണി ഉണ്ടാവും, ഇത്തിരി പരുത്തി ഉണ്ടാവും. ഇതല്ലാതെ എന്താണെടോ, എന്താണടി നിന്റെ ഖബറിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ കൂടെ ഉണ്ടാവുക? നീ ആള് വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയാ, ഇഷ്ടം പോലെ തുണി ഇഷ്ടം പോലെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമല്ല, കണക്കാക്കിയ 2 3 കണ്ടം തുണി, അല്ലാതെ എന്തുണ്ടാവും? അതുകൊണ്ട് സഹോദരാ സഹോദരി, അല്ലാഹു തന്ന ദുനിയാവിന്റെ ഒരു ഭാഗം ആഖിറത്തിന്റെ സന്തോഷത്തിനായി നീക്കി വെക്കണമെങ്കിൽ ഈ ദുനിയാവിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ, അലാ ഉരീക ദുനിയാ, നിനക്ക് ഞാൻ ഈ ദുനിയാവൊന്ന് കാണിച്ചു തരട്ടെയോ? ആ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടെ ദുനിയാവിനൊരു ഉദാഹരണം കാണിച്ചു തരട്ടെയോ? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, അതേ നബിയെ, ദുനിയാവിന് പറ്റിയ ഒരു ഉദാഹരണങ്ങൾ എനിക്ക് കാണിച്ചു തരി. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ട്, റബ്ബേ, ദുനിയാവിന് എന്ത് ഉദാഹരണമായിരിക്കും മുത്ത് റസൂൽ എനിക്ക് കാണിച്ചു തരിക?
ഉടനെ ഫഅഖദ ബിയദി, ഹബീബായ നബി തങ്ങൾ എൻ്റെ കൈ പിടിച്ചു. ഫഅതാനി വാദിയം മിൻ ഔദിയതി മദീന, മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് മുത്തുനബി എന്നെ കൊണ്ടുപോയി. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വാ ഞാൻ കാണിച്ചു തരാം. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പറിച്ചവന്, ദുനിയാവിനൊരു ഉദാഹരണം കാണിക്കാനാണല്ലോ ഈ കൊണ്ടുപോകുന്നത്, എന്തായിരിക്കും ഇപ്പൊ കാണിച്ചു തരാ? സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ എൻ്റെ കൈ പിടിച്ച് മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി. ഫഇദാ മുസ്ബല, സഹോദര സഹോദരി ശ്രദ്ധിക്കണേ, ഹബീബെന്നെ കൊണ്ടുപോയതൊരു കുപ്പത്തൊട്ടിയിലേക്കാണ്. മദീനയിലെ പല മാലിന്യങ്ങളും കൊണ്ടുവന്ന് ചൊരിയുന്ന ഒരു കുപ്പത്തൊട്ടിയിലേക്കാണ് അള്ളാന്റെ റസൂൽ എന്നെ കൊണ്ടുപോയത്. ദുർഗന്ധം കൊണ്ടതിൻ്റെ അടുത്തേക്ക് പോകാൻ വയ്യ. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഫീഹാ റൂസു ഉനാസിൻ വഅദിറാത്തുൻ വഖറഖുൻ വഇലാം. എന്താണ് അവിടെയുള്ളത്? ഒരുപാട് മനുഷ്യരുടെ തലയോട്ടികളുണ്ടതിൽ, അസ്ഥികളുണ്ടതിൽ, വളരെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരമാണതിൽ. ഹബീബായ നബി തങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്നോട് പറഞ്ഞതാണ്, അബൂ ഹുറൈറ, ഹാദാ മസലുദ് ദുനിയാ, ഹലാലും ഹറാമും നോക്കാതെ ആഖിറത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ ദുനിയാവിന്റെ ഉപമയാണിതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തേക്കാൾ ദുനിയാവിന് വില കൽപ്പിച്ച് അള്ളാഹ്ക്ക് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി, നന്മക്ക് വേണ്ടി ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ദുനിയാവിന് വേണ്ടി മരിക്കുന്ന മനുഷ്യന്മാരില്ലേ, അവരുടെ ദുനിയാവിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി കരുതണം. വമൽ മാലു വല്ലഹലൂന ഇല്ല വദാഇഉ വകുല്ലു വദീഇല്ല മഹാല തസായിലു. പണമൊക്കെ എന്നും നമ്മുടെ കയ്യിലുണ്ടാകുമെന്ന് കരുതണ്ട. ഇതൊക്കെ ഒരു താൽക്കാലിക സൂക്ഷിപ്പ് സ്വത്താണ് സഹോദര. ഇന്ന് കയ്യിലുണ്ടെങ്കിൽ നാളെ അത് ഉണ്ടാകണമെന്നില്ല. ഒമൽ മാലു വല്ലഹലൂന ഇല്ല വദാഇഉ, പണവും സമ്പത്തുമൊക്കെ ചില സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. വകുല്ലു വദീഇല്ല മഹാല തസായിലു. സൂക്ഷിപ്പ് സ്വത്ത് അതെല്ലാ കാലൊന്നും കയ്യിലുണ്ടാവില്ല, അതൊക്കെ കണ്ട് നീങ്ങിപ്പോവും. പിന്നെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നന്മക്ക് വേണ്ടി കൊടുത്തിട്ടാൽ അതവിടെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ നമ്മളുടെ യഥാർത്ഥ തറവാട് സ്വർഗാണ്. അതാണ് നമ്മുടെ സ്വദേശം. അങ്ങോട്ടെത്തണം. അതിന് നമ്മൾ ചില ഗുണങ്ങൾ ഉണ്ടാകണം. ഖുർആൻ പലയിടങ്ങളിൽ ആ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഹംസത്തും മിൻ ഇലാമി അഹ്ലിൽ ജന്ന, 5 ഗുണങ്ങൾ സ്വർഗക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ മുഖമാണ്. 2-മത്തേത് വഖൽബുൻ റഹീം, നല്ല കരുണയുള്ള ഒരു ഹൃദയമാണ്. 3-മത്തേത് വലിസാനുൽ ലതീഫുൻ റത്ബും മിൻ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായ നാവാണ്. 4-മത്തേത് വജ്തിനാബുൽ മഹാരിമി, ഹറാമായ കാര്യങ്ങളിൽ നിന്നങ്ങ് വിട്ടു നിൽക്കലാണ്. 5-മത്തേത് വഖുലുഖുൻ ഹസനുൻ, സ്വൽസ്വഭാവമാൻ. ഈ ഒരു 5 ഗുണം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ ഒരു മുഖം. നമ്മൾ പറയാറുണ്ടല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയാറില്ലേ. മുഖം, പ്രസന്നമായ മുഖം. പ്രസന്നമായ മുഖം എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന, അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു മുഖം അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവമാണ്. റസൂൽ പറഞ്ഞല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നീ നിസാരായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലീഖ്, അതേ നിന്റെ കൂട്ടുകാരന്റെ മുഖം കാണുമ്പോ, സഹോദരി നിന്റെ കൂട്ടുകാരിയെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ച് അഭിസംബോധനം ചെയ്യലാണെങ്കിൽ പോലും അതൊരു മഅറൂഫാണ്, അതൊരു സദഖയാണ്, നിസാരാക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുഞ്ചിരിയിലൊന്നും ആരും പിശുക്ക് കാണിക്കരുത്. മുഖം എപ്പോഴും വീർപ്പിച്ചിരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവിനോട് എന്തോ പറഞ്ഞു, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിൽ പിന്നെങ്ങനെ മണിക്കൂറുകളോളം മുഖം വീർപ്പിച്ചിരിക്കുക, ശരിയല്ല. ആ വീട്ടിൽ റഹ്മത്ത് ഇറങ്ങൂല. ഭർത്താവിനോട് ഭാര്യ എന്തോ എന്ന് പറഞ്ഞു, അതവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, അതോടുകൂടെ പിന്നെ മുഖം വീർപ്പിച്ചു, പിന്നെന്ത് ചോദിച്ചാലും മിണ്ടില്ല, പിന്നെ കുറച്ച് ദിവസത്തേക്കല്ലേ കുറച്ച് നേരത്തേക്ക് ആ ഒരു ഗൗരവത്തിൽ അങ്ങനെ നിൽക്കുക, ശരിയല്ല. മനുഷ്യൻ അവന്റെ ഹൃദയത്തെ വിശാലമാക്കണം, മുഖം പ്രസന്നമായിരിക്കണം. മുഖം പ്രസന്നമായിരിക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് ടെൻഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിന്റെ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, അസ്വസ്ഥതകൾ തീരാനുള്ള വെള്ളത്തിൽ ഉപ്പ് ഉരുകുന്നത് പോലെ ടെൻഷൻ ഉരുകാനുള്ള വഴിയാണ് പറയുന്നത് മുഖപ്രസന്നത. അങ്ങനെയാണ് സഹോദര സഹോദരി, ഗമ്മും ഹമ്മും മനസ്സിന്റെ ടെൻഷനുകൾ, ക്ലേശങ്ങൾ, അതെല്ലാം യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിലെ ഉപ്പ് ഉരുകുന്നത് പോലെ ടെൻഷനുകൾ ഉരുകിത്തീരുന്നതാണ് മുഖം പ്രസന്നമായിരുന്നാൽ. അള്ളാഹു ആ ഒരു ഗുണം നമുക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, ഒരു മുഅ്മിനെ കാണുമ്പോൾ സലാം പറയാ യോഗ്യനാണെങ്കിൽ ഒന്ന് മുഖപ്രസന്നതയോടുകൂടെ ആ കൈ പിടിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഈ ഒരു വാക്ക് പറയലോടുകൂടെ എത്ര റഹ്മത്താ നമുക്ക് കിട്ടുന്നത്, എത്ര മഗ്ഫിറത്താ നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യരുമായുള്ള ബന്ധങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം അല്ലാഹുവിന്റെ ദീനിലുണ്ട്. അതൊരുപാട് കൂലി കിട്ടാൻ കാരണമാകുന്ന കാര്യം അള്ളാഹു ആക്കിയത് അതുകൊണ്ടാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശ്രദ്ധിക്കണം, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. സ്ത്രീകൾ പരസ്പരം, പുരുഷന്മാർ പരസ്പരം കണ്ടാൽ സലാം പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലിയ സംഗതിയാണ്, അത് ചെറുതല്ല. ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മുഅ്മിനീങ്ങളെ. അള്ളാന്റെ 100 റഹ്മത്താണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ കൈപിടിച്ച് സലാം പറയലോടെ. അതിന്